ശ്രീലെ നമസ്കാരം. നമസ്തേ പ്രശാന്ത്. ശ്രീലെ, നമ്മുടെ ഈ PSC, കേരള PSC പലപ്പോഴും പല വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട്. ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളെ സംബന്ധിച്ച്, ചോദ്യപേപ്പർ ചോരുന്നത് സംബന്ധിച്ച് ഒക്കെ PSCയിലെ വിവാദങ്ങൾ പുത്തരിയല്ല. ഇപ്പോഴിതാ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ ചോദ്യപേപ്പറിലും അത്തരമൊരു വിവാദം കടന്നുകൂടിയിരിക്കുകയാണ്. അതായത് കേരള PSCക്ക് എന്തൊക്കെയോ ചില നിർബന്ധങ്ങൾ ഉള്ളതുപോലെ ചില ആൾക്കാരെ വെള്ള പൂശുക, ചില ആൾക്കാരെ മഹത്വവൽക്കരിക്കുക, ഇങ്ങനെയൊക്കെയാണ് അവർ അത്തരത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. എന്താണ് ഈ PSCയുടെ ഈ ലാസ്റ്റ് ഗ്രേഡിന്റെ ചോദ്യപേപ്പറിലെ കുഴപ്പങ്ങൾ? അത് വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് പോലത്തെ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നീക്കമാണ് എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? പ്രശാന്ത്, ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാപനമാകണം PSC എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയുന്നത്. എന്നാൽ കേരളത്തിലെ PSC എന്ന് പറയുന്നത് ഇടത് രാഷ്ട്രീയം ഉണ്ടായിരുന്ന സമയത്തും വലത് രാഷ്ട്രീയം ഉണ്ടായിരുന്ന സമയത്തും കാലാകാലങ്ങളിലായി രാഷ്ട്രീയം കടന്നുകൂടുന്നുണ്ട്. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ, PSCയുടെ ചോദ്യപേപ്പറിൽ, ചോദ്യപേപ്പർ ചോർച്ചയിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ തന്നെ ഒന്നാം റാങ്ക് കിട്ടിയ ആ ആൾ എഴുതാത്ത 20 ചോദ്യം ഒഴിവാക്കിക്കൊണ്ടാണ് ഒന്നാം റാങ്കുകാരനെ സൃഷ്ടിച്ചുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ ആ 20 ചോദ്യം ഒഴിവാക്കിക്കൊണ്ടാണ് കേരള PSC അടുത്ത കാലത്ത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. നേരത്തെ പോലീസ് കേസിൽ സാധാരണഗതിയിൽ ജില്ലയിൽ ഒരിക്കലും അവർ പ്രതിദാനം ചെയ്യുന്ന ജില്ലയിൽ കിട്ടാത്തതാണ് പരീക്ഷാ സെന്ററുകൾ. എന്നാൽ ശിവരഞ്ജിത്തിന് വേണ്ടി കേരളത്തിലെ കാര്യവട്ടത്ത് പരീക്ഷാ സെന്റർ ഒരുക്കി ആ പരീക്ഷാ സെന്ററിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ച് അവിടെ ഇരുന്ന് പരീക്ഷ എഴുതി 0 മാർക്ക് കിട്ടിയ ആൾ ഒന്നാം റാങ്കിലേക്ക് വന്ന ചരിത്രമുള്ള കാര്യം നമുക്കറിയാം കേരള PSCയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഗുരുതരമായ ആരോപണങ്ങൾ, പോലീസിന്റെ റാങ്ക് ലിസ്റ്റിലായിരുന്നത്. ഇത്തരത്തിലുള്ള പലപ്പോഴും നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകളിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നടക്കുന്ന PSCയുടെ പരീക്ഷകളുണ്ട്. അവിടെയും ഒക്കെ പലപ്പോഴും ഈ പ്രൊഫസേഴ്സായിട്ടും ഇപ്പോ അസിസ്റ്റന്റ് പ്രൊഫസർമാരാണ്, നേരത്തെ ലെക്ചർമാരായിരുന്നു, ഇപ്പോ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഇടതുപക്ഷ അനുകൂലികൾ പെട്ടെന്ന് ഇവിടെ കയറി കൂടുന്നത് നമ്മൾ കാണാറുണ്ട്. അവർക്ക് മെറിറ്റ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അവിടെ കയറി പറ്റുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പൊ അപ്പോഴൊക്കെ നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത്തരം ഒരു പോസിബിലിറ്റിയിലേക്ക് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ അടുത്ത കാലത്തായി പുറത്തു വരുന്ന വിവാദങ്ങൾ കേരള PSCയുമായി ബന്ധപ്പെട്ടാണെങ്കിലും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിലും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോ ഈ രാഷ്ട്രീയം കളിക്കാനുള്ള ആയുധമാക്കി PSCയുടെ പരീക്ഷയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന PSCയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനായുള്ള പ്രിലിമിനറി പരീക്ഷയുടെ 34ാമത്തെ ചോദ്യം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച ദിവസം ഏത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി, ഒരു പാർട്ടി അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ സാധ്യവുമല്ല. സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാമെന്നല്ലാതെ രാഷ്ട്രീയ പാർട്ടി ആകണമെങ്കിൽ അതിന് രജിസ്ട്രേഷൻ വേണം, അത് നിർബന്ധമാണ്. എന്നാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ഔദ്യോഗിക രേഖകളിൽ രേഖപ്പെടുത്താനും കേരളത്തിലെ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം അടിച്ചേൽപ്പിക്കാനും അത് മനസ്സിലാക്കിക്കാനും അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാനുമുള്ള ശ്രമമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ 4 ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ഓപ്ഷൻ എ 2026 മെയ് 18, ഓപ്ഷൻ ബി 2026 മെയ് 17, ഓപ്ഷൻ സി 2026 മെയ് 16, ഓപ്ഷൻ ഡി 2026 മെയ് 19. അതായത് ഒരു സാംസ്കാരിക സംഘടനയെ പോലും അല്ലാത്ത, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത, സാംസ്കാരിക സംഘടന പോലും അല്ലാത്ത ഒരു സംഘടന എന്നാണ് ഔദ്യോഗികമായി രൂപം കൊണ്ടത് എന്ന് ചോദിക്കുക വഴി PSC എന്താണ് ചോദിക്കാൻ ശ്രമിക്കുന്നത്, എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ രൂപീകരണ ദിവസം വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടത് ആണ് എന്ന സന്ദേശം നൽകുകയാണോ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, നീറ്റ് പരീക്ഷയ്ക്കെതിരെ ഉണ്ടായ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ PSCക്കെതിരെ കൂട്ടായ്മ ഉണ്ടായാൽ അതും നാളെ ചോദ്യമായി ചോദിക്കുമോ? ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരം എന്തിനെ ചൊല്ലിയാണെന്ന് എന്താ ചോദിക്കാതിരുന്ന PSC ചോദ്യപേപ്പറിൽ? തിരുവനന്തപുരത്ത് PSC ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കാതെ എന്താ? അത് ചോദിച്ചു. ഇതിൽ നിന്ന് സമരം ചെയ്ത് അതെ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും PSC എല്ലാ കാലത്തും നടത്തുന്നുണ്ട്. ഈ ചോദ്യപേപ്പറിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്നാണ്.
ഇതിനും 4 ഓപ്ഷനുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന സംഘടിത കലാപം ഏതാണ് എന്ന് ചോദിക്കാം. ആ ചോദ്യത്തിൽ പഴശ്ശി കലാപം 4 ഓപ്ഷനുകളുണ്ട്. അതിലൊന്ന് എ പഴശ്ശി കലാപം, ബി മലബാർ കലാപം, സി കല്ലുമാല സമരം, ഡി ആറ്റിങ്ങൽ കലാപം എന്നുള്ളതാണ്. മാപ്പിള ലഹള, അതായത് മലബാർ കലാപം 1921 മലബാർ കലാപം കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ ഓപ്ഷനായ പഴശ്ശി കലാപം എന്ന് പറയുന്നത് നമുക്കറിയാം ഐതിഹാസികമായ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമായിരുന്നു. കല്ലുമാല സമരത്തെ കുറിച്ചാണെങ്കിൽ ഈ ഒന്നാം പഴശ്ശി യുദ്ധം, രണ്ടാം പഴശ്ശി യുദ്ധം, അങ്ങനെ രണ്ട് മൂന്ന് യുദ്ധങ്ങൾ ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് സർക്കാർ ഏർപ്പെടുത്തിയ നികുതിയുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ പഴശ്ശി യുദ്ധം ആരംഭിക്കുന്നത്. മൈസൂരിലെ ഭരണാധികാരികൾ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുന്നത് ബ്രിട്ടീഷുകാർ പതിവ് അവസാനിപ്പിച്ചു. എന്നിട്ട് നികുതി പിരിവ് ഓരോ ഇടത്തുമുള്ള ഓരോ നാടുവാഴികളെ ഏൽപ്പിച്ചു. അങ്ങനെ ഭരണാധികാരികളെ നാടുവാഴികളെയും ഒക്കെ ഏൽപ്പിച്ചു. അതിനുശേഷം നാടുവാഴികളെ നിശ്ചിത തുക സർക്കാരിനെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നു. അതായത് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞതുപോലെ വിഘടിപ്പിച്ച് അവരുടെ തന്ത്രം തന്നെ അതായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തന്നെ വിഘടിപ്പിക്കുക എന്ന തന്ത്രമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ആ വിഘടനത്തിന് വേണ്ടിയാണ് അത്തരത്തിൽ നേരിട്ട് പിരിക്കുന്ന കരം ഒഴിവാക്കിക്കൊണ്ട് രാജാക്കന്മാരെയും നാടുവാഴികളെയും ഒക്കെ ഏർപ്പിച്ചുകൊണ്ട് അവരെ ഇടനിലക്കാരായി നിർത്തിക്കൊണ്ട് ഈ കരം വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അങ്ങനെ ഉണ്ടായ ഒരു പ്രശ്നമാണ് അത്. പഴശ്ശി രാജാവിന് കോട്ടയം പ്രദേശത്തെ നികുതി രാജാവിന് കോട്ടയം പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന നികുതി പിരിക്കാൻ കുറുമ്പനാട് രാജാവിനാണ് അങ്ങനെ അംഗീകാരം കൊടുത്തത്. അതാണ് പഴശ്ശി രാജാവിനെ ചൊടിപ്പിച്ചത്. അങ്ങനെ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിലാണ് അങ്ങനെയാണ് പഴശ്ശി യുദ്ധം ഒന്നാമത്തേത് ആരംഭിക്കുന്നത്. അതിനുശേഷം അങ്ങനെ പിന്നെ ടിപ്പുവിന്റെ കാലത്ത് അടുത്ത ഉണ്ടാകുന്നത് ടിപ്പുവിന്റെ മരണത്തോടെ തെക്കേ ഇന്ത്യയിലെ കമ്പനിയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും അങ്ങനെ പഴശ്ശിരാജയ്ക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങളെല്ലാം പിൻവലിക്കുകയും ചെയ്തു. അതിനെ തുടർന്നും ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായി. നമുക്കറിയുന്ന കാര്യമാണ്. കല്ലുമാല സമരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ശക്തമായ ഒരു സാമൂഹിക മുന്നേറ്റമാണ് ഈ കല്ലുമാല സമരം എന്ന് പറയുന്നത്. അതായത് കല്ലുമാല സമരം എന്ന് പറയുന്നത് പണ്ട് താഴെത്തട്ടിലുള്ള സ്ത്രീകൾ ഈ കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ്, അവർ താഴെത്തട്ടിലുള്ളവരാണ് എന്ന് അറിയിക്കാൻ കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ആ മാലകൾ ധരിക്കാൻ മേലാളന്മാർ അവരെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഈ മോശം സമ്പ്രദായത്തിനെതിരെ നടന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള ഈ താഴെത്തട്ടിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ എന്ന് പറയുന്നവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള ആ സമരത്തിന് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം. അവർ ഈ കല്ല് ഉപയോഗിച്ചുണ്ടാക്കിയിരുന്ന ആഭരണങ്ങൾ വലിച്ചു പൊട്ടിച്ചു കളഞ്ഞ് പ്രതിഷേധിച്ചു. അതായിരുന്നു കല്ലുമാല സമരം. അതുപോലെ 1721 ആറ്റിങ്ങൽ കലാപമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന സംഘടിതമായ ആദ്യത്തെ കലാപം. അതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ആ കലാപമാണ് ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടെ അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച കോട്ടയിൽ മേധാവിയായി എത്തിയ ഗിഫോർട്ടിന്റെ ധാർഷ്ട്യത്തിനെതിരെ നടന്ന കലാപമാണ്. അത് റാണിയുടെ അറിവോടുകൂടിയായിരുന്നു എന്ന തരത്തിൽ ചിലർ പറയുന്നുണ്ട്. ഏതായാലും ചരിത്രകാരന്മാർ ഇതിനെ സംബന്ധിച്ച വിവിധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആറ്റിങ്ങൽ കലാപത്തെ സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സംഘടിതമായ കലാപം എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലാപമായി സംഘടിതമായി നടന്ന കലാപമാണ്. ഇവിടെയാണ് ഈ മലബാർ കലാപത്തെ, അതായത് മാപ്പിള ലഹള എന്ന മലബാർ കലാപത്തെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്കറിയാം, കാർഷിക സമരം എന്നൊക്കെ ഇടതുപക്ഷക്കാർ പറയുന്നുണ്ടെങ്കിലും ഈ കാർഷികവും വർഗീയ കലാപമായിട്ട് തന്നെയാണ് മാറി മാറി പറയപ്പെടുന്ന വർഗീയ കലാപം തന്നെയാണ്. അത് മാപ്പിള കലാപം, മലബാർ ലഹള, ഖിലാഫത്ത് സമരം, മാപ്പിള ലഹള എന്നെല്ലാം ഇത് അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും എന്നാൽ ഇത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ട ഒന്നാണ് ഈ മാപ്പിള കലാപം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ മാപ്പിള കലാപത്തിന് ഇതുമായി ബന്ധപ്പെട്ടാണ് വാരിയംകുന്നന്റെ പേരൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ ഇത് മാപ്പിള കലാപമല്ല കാർഷിക ലഹള തന്നെയാണെന്ന് ചരിത്ര പുനർനിർമ്മിതിക്കുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകരുത് എന്ന ധാർഷ്ട്യത്തോടു കൂടി തന്നെ PSC ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെല്ലാ സ്വാതന്ത്ര്യ ഒരു നിമിഷം, ഈ പുനർനിർമ്മിതിയാണോ അപനിർമ്മിതിയാണോ? വാസ്തവത്തിൽ ചരിത്രം വളച്ചൊടിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ചരിത്രത്തെ പുനർനിർമ്മിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, അതായത് തകർന്നുപോയ അല്ലെങ്കിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ മാപ്പിള കലാപമാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് വർഗീയ കലാപമാണ്, കാർഷിക ലഹളയല്ല എന്ന് പറയാൻ കൃത്യമായ നിലപാടുമായി ആൾക്കാർ രംഗത്ത് വരുമ്പോൾ ഇത് അങ്ങനെയല്ല എന്ന് പറയുന്നതിനെ
പുനർനിർമ്മിക്കാൻ അങ്ങനെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ വാര്യംകുന്നന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ നടത്തിയതാണ് വാര്യംകുന്നനുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പൊ മലബാറിലെ കാർഷിക ലഹള എന്ന് മലബാർ കലാപത്തെ വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി PSC ഇത്തരണത്തിൽ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ ചോദ്യപേപ്പർ ആരാണ് നിർമ്മിക്കുന്നത്, ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയിൽ ഒരു പെൺകുട്ടി പുരാണത്തിലെ, അതായത് ഹൈന്ദവ പുരാണത്തിലെ ഏതോ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രോഷാകുലയായി സംസാരിക്കുന്നത് കണ്ടു. അപ്പോ ഞാൻ അന്നേരം ആലോചിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. ഇപ്പോ ഞാൻ പഠിച്ചത് MA ഇംഗ്ലീഷാണ്. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കുന്നത് മുഴുവൻ ബൈബിളിനെ അടിസ്ഥാനമാക്കിയും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ ഇതിൽ പഠിക്കുന്നത്. അതുപോലെ മലയാളം പഠിക്കുന്നവരെ മലയാളം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പുരാണങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ചോദ്യം വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കടന്ന് ബഹളം, ബൈബിൾ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അത്തരം ഒരു ചോദ്യം വന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കടന്ന് ബഹളം വെക്കുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ വരുത്തി വെച്ചിട്ടുള്ളത് ഹൈന്ദവമായ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൈന്ദവമായ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമാണ് തെറ്റ്, മറ്റെന്ത് കാര്യവും പറയുകയും ചെയ്യുകയും ഹിന്ദുവിന്റെ തലയിൽ കുതിര കയറുകയും ചെയ്യാൻ പറ്റും എന്ന തരത്തിലുള്ള വ്യാഖ്യാനം ചമച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടുള്ളൊരു കുഴപ്പമാണത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ഇത് പഠിക്കുമ്പോഴും ഇപ്പോ നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കൂടുതലും ബൈബിളുമായി കണക്റ്റഡും മലയാളം ലിറ്ററേച്ചർ രാമായണവും മഹാഭാരതവും പുരാണവുമായി കണക്റ്റഡുമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി ചിലർ മുന്നോട്ട് വരുന്നത്. പക്ഷെ ഈ വിഷയത്തിൽ ഇപ്പൊ ഇത്തരം വിഷയങ്ങളിൽ ചരിത്രത്തിന്റെ ആധികാരികത ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏതെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ കേരളത്തിലെ PSC ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി ഉയരുന്നത്.